ഹായ് ഡിയേഴ്സ്, പേവിഷബാധയും അതിനെതിരെയുള്ള രോഗപ്രതിരോധ കുത്തിവയ്പ്പിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാത്തത് കാരണം മരണസംഖ്യ കൂടി വരുന്ന സാഹചര്യത്തിൽ നാം ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പൂർണ്ണമായും അറിഞ്ഞിരിക്കണം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഏറ്റവും ഭീതിജന്യമായ രോഗമാണ് പേവിഷബാധ. ഇതൊരു വൈറസ് രോഗമാണ്. വളർത്തുമൃഗങ്ങളിൽ നിന്നാണ് സാധാരണ രോഗപകർച്ച ഉണ്ടാകുന്നത്. വന്യമൃഗങ്ങളായ ചെന്നായ, കുറുക്കൻ, കുരങ്ങൻ, പന്നി, വവ്വാലുകൾ എന്നിവയിൽ നിന്നുമാണ് വളർത്തുമൃഗങ്ങൾക്ക് രോഗപകർച്ച ഉണ്ടാകുന്നത്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിലുള്ള വൈറസുകൾ മൃഗങ്ങളുടെ നക്കൽ കൊണ്ടോ മാന്ത്, കടി എന്നിവ മൂലമുണ്ടാകുന്ന മുറിവിൽ കൂടിയോ ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മനാഡികളിലെത്തി കേന്ദ്ര നാഡീവ്യൂഹത്തിൽ കൂടി സഞ്ചരിച്ച് സുഷുമ്നാ നാഡിയെയും തലച്ചോറിനെയും ബാധിക്കുന്ന അവസ്ഥയാണ് പേവിഷബാധ. രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് വരെയുള്ള ഇടവേള 2 ആഴ്ച മുതൽ 3 മാസം വരെ ആകാം. തലവേദന, തൊണ്ടവേദന, 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന പനി, കടിയേറ്റ ഭാഗത്ത് മരവിപ്പ് എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. വൈറസ് നാഡീവ്യൂഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ശ്വാസതടസ്സം, ഉറക്കമില്ലായ്മ, കാറ്റ്, വെള്ളം, വെളിച്ചം എന്നിവയുടെ സാമീപ്യം മൂലമുള്ള അസ്വസ്ഥത, മാനസിക വിഭ്രാന്തി, മരണഭയം എന്നിവയും പ്രകടമാകുന്നു. തലച്ചോറിനെ ബാധിക്കുന്നതോടുകൂടി അപസ്മാരം, പക്ഷാഘാതം, മസ്തിഷ്ക മരണം എന്നിവ സംഭവിക്കാം. കടിയേറ്റ ഉടനെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക വഴി പേവിഷബാധയും മരണവും നമുക്ക് ഒഴിവാക്കാം. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: മൃഗങ്ങളുടെ ഉമിനീരുമായി സമ്പർക്കം ഉണ്ടായാൽ ഉടൻ തന്നെ ടാപ്പ് വാട്ടറിൽ സോപ്പ് ഉപയോഗിച്ച് 10 മുതൽ 15 മിനിറ്റെങ്കിലും കഴുകുക. അടുത്തുള്ള ആശുപത്രിയിൽ ഉടൻ തന്നെ ചികിത്സയ്ക്ക് എത്തുക. പ്രതിരോധ മരുന്നുകളും ചികിത്സയും നൽകുവാനായി മുറിവുകളെ 3 തരംതിരിച്ചിരിക്കുന്നു. കാറ്റഗറി 1 അഥവാ നോ എക്സ്പോഷർ, അതായത് മൃഗങ്ങൾ തൊടുക, ഭക്ഷണം കൊടുക്കുക, മുറിവുകൾ ഇല്ലാത്ത തൊലി പുറത്ത് നക്കുക എന്നിവയാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. ഇങ്ങനെ ഉണ്ടായാൽ ടാപ്പ് വാട്ടറിൽ 10 മുതൽ 15 മിനിറ്റ് സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. കാറ്റഗറി 2 അഥവാ മൈനർ എക്സ്പോഷർ, തൊലിപ്പുറത്തുള്ള മാന്തൽ, രക്തം വരാത്ത ചെറിയ പോറലുകൾ എന്നിവയാണ് ഇത്. ടാപ്പ് വെള്ളത്തിൽ 10 മുതൽ 15 മിനിറ്റ് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അതിനോടൊപ്പം പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുകയും വേണം. കാറ്റഗറി 3 അഥവാ സിവിയർ എക്സ്പോഷർ, മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക, രക്തം പൊടിയുന്ന മുറിവുകൾ, പോറലുകൾ, ചുണ്ടിലോ വായിലോ നാക്കിലോ നക്കുക എന്നതാണ് കാറ്റഗറി 3 ഇനത്തിൽ വരുന്നത്. വാക്സിനായി എടുക്കുന്നത് IDRV വാക്സിനാണ്, അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ. 4 ഡോസായാണ് എടുക്കുന്നത്. കടിച്ച ദിവസത്തെ 0 ഡോസ് എന്ന് കണക്കാക്കും. അത് കഴിഞ്ഞ് 3-ാം നാൾ, പിന്നെ 7-ാം നാൾ, പിന്നെ 28-ാമത്തെ ദിവസം, ഇങ്ങനെ ആണ് എടുക്കുന്നത്. കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുള്ള നായയാണെങ്കിലും അവയുടെ കടി കിട്ടിയാൽ കുത്തിവയ്പ്പ് എടുക്കുന്നതാണ് ഉചിതം. മുൻപ് മുഴുവൻ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുള്ളവർക്ക് 2 കുത്തിവയ്പ്പുകൾ, അതായത് 0-3 ദിവസങ്ങളിൽ മാത്രം എടുത്താൽ മതിയാകും. കുത്തിവയ്പ്പ് വിവരങ്ങൾ കൃത്യമായി ഓർക്കാത്തവരും മുൻപ് മുഴുവൻ കുത്തിവയ്പ്പ് എടുക്കാത്തവർക്കും വീണ്ടും മുഴുവൻ ഡോസ് എടുക്കണം. ആദ്യമായി എടുക്കുന്നവർ ഈ 4 ഡോസും എടുത്തിരിക്കണം. കുത്തിവയ്പ്പ് എടുത്തിട്ട് 1 വർഷം വരെയുള്ള സമയത്ത് വീണ്ടും കടി കിട്ടിയാൽ കുത്തിവയ്പ്പിൻ്റെ ആവശ്യമില്ല. നായ്ക്കൾ മനുഷ്യരുമായി വളരെ ഇണങ്ങി ജീവിക്കുമെങ്കിലും അവയെ പേടിപ്പെടുത്തുകയോ ദേഷ്യപ്പെടുത്തുകയോ ചെയ്താൽ കടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുക, കൂടിനുള്ളിൽ അടയ്ക്കപ്പെടുക, ഉറങ്ങുക, രോഗങ്ങൾ, കുഞ്ഞുങ്ങളുടെ സംരക്ഷണ വേലകൾ എന്നിങ്ങനെയുള്ള സമയങ്ങളിൽ ശല്യപ്പെടുത്തുന്നത് അക്രമ സ്വഭാവം കൂട്ടാനിടയാകും. ഇത്തരം സന്ദർഭങ്ങളിൽ മൃഗങ്ങളിൽ നിന്നും അകലം പാലിക്കുക. IDRV വാക്സിൻ്റെ ഗുണങ്ങൾ: അത് കുറഞ്ഞ ഡോസിലെടുക്കാം, കുറഞ്ഞ ചെലവിൽ, കൂടുതലായ സംരക്ഷണം, WHO അംഗീകാരവും സുരക്ഷിതവുമാണ്. ഇന്ത്യ, ശ്രീലങ്ക, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉപയോഗത്തിൽ ഉണ്ട്. ചർമ്മത്തിനടിയിലുള്ള ഭാഗത്താണ് ഇഞ്ചക്ഷൻ, അതായത് ഇൻട്രാഡെർമലാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. സാധാരണ കൈയുടെ മുൻഭാഗത്തായി ഇതിന് ഇഞ്ചക്ഷൻ എടുക്കുന്നു. വാക്സിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 6 മണിക്കൂറിനകം വാക്സിൻ എടുക്കേണ്ടതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഷെഡ്യൂൾ ഒരുപോലെയാണ്. മുറിവ് കാറ്റഗറി 3 ആണെങ്കിൽ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അഥവാ RIG കടിയേറ്റ ദിവസം തന്നെ എടുക്കേണ്ടതാണ്. കാറ്റഗറി 3 മുറിവ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള മുറിവേൽക്കുക. അതുമാത്രമല്ല ബ്ലീഡിംഗ്, വൂൺസ്, മ്യൂക്കസ് എക്സ്പോഷർ, തലയിലോ മുഖത്തോ കടിയേൽക്കുക, ഇതെല്ലാം കാറ്റഗറി 3 ഗണത്തിൽ വരും. ഈ സമയത്ത് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതത്വം. പൂർണ്ണമായി വാക്സിനേറ്റ് ചെയ്യാത്തവർക്കും ഹൈ റിസ്ക് കാറ്റഗറിയായ കുഞ്ഞുങ്ങൾക്കും ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നതാണ് കൂടുതൽ സേഫ്റ്റി. വാക്സിനോടൊപ്പം തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കേണ്ടതാണ്.
തിരുവനന്തപുരത്ത് ഇത് ജനറൽ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും മാത്രമാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ സർക്കാർ ഫ്രീ ആയി സാധാരണ ജനങ്ങൾക്ക് നൽകുന്നത്. മുറിവിന് ചുറ്റുമാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇതിനായി ആദ്യം അലർജി ടെസ്റ്റ് ചെയ്യുന്നതാണ്. അലർജി ഇല്ലാത്ത പക്ഷം അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഇഞ്ചക്ഷൻ എടുത്ത് 1 മണിക്കൂർ ഒബ്സർവേഷൻ ഹോസ്പിറ്റൽ സാഹചര്യത്തിൽ ചെയ്യുന്നതാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നത് വഴി കൂടുതൽ സുരക്ഷിതത്വത്തിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അതായത് ഹ്യൂമൻ നെർവ് സിസ്റ്റത്തിലേക്ക് വൈറസ് കയറാനുള്ള അവസരം ഇല്ലാതാകുന്നു. സാധാരണ ഇമ്മ്യൂണോഗ്ലോബുലിൻ അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. അലർജിക് റിയാക്ഷൻസ് വരാൻ സാധ്യതയുള്ളത് ചൊറിച്ചിൽ, ചുവപ്പ്, വീക്കം, ചെറിയ പനി, തലവേദന, തലകറക്കം എന്നിവയാണ്. ഗുരുതരമായാണ് അലർജി ഉണ്ടാവുന്നെങ്കിൽ രോഗിക്ക് ശ്വാസം മുട്ടൽ, പൾസ് ഡൗൺ ആവുക, ഛർദിലുണ്ടാവുക, തിമിരമുണ്ടാവുക, പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുക എന്നുള്ള റിയാക്ഷൻസ് കാണിക്കുന്നതാണ്. ഇത്തരം അലർജി റിയാക്ഷൻസ് ഉണ്ടാവാനിടയുള്ളതിനാലാണ് അലർജി ടെസ്റ്റിന് ശേഷം മാത്രം ഫുൾ ഡോസ് എടുക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ അലർജി റിയാക്ഷൻ ഉള്ളവരെ സാധാരണയായി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. കാരണം കൂടുതൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഉള്ളത് മെഡിക്കൽ കോളേജിലാണ്. അതിനാൽ ഹൈ റിസ്ക് കാറ്റഗറീസിനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. തൊലിപ്പുറത്ത് അലർജി റിയാക്ഷൻ ഉണ്ടോ എന്നറിയാനായിട്ട് ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ എടുത്ത് 15 മുതൽ 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യും. അത് ഇല്ല എന്ന് സമർത്ഥിക്കുന്ന പക്ഷം മാത്രമേ മുഴുവൻ ഡോസ് എടുക്കുകയുള്ളൂ. പേവിഷ ഉണ്ടാകുന്നത് 40% ആളുകളും 15 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. മൃഗങ്ങളോട് സൗമ്യമായും സഹാനുഭൂതിയോടും പെരുമാറുന്നതിന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക. മൃഗങ്ങളുടെ പെരുമാറ്റ രീതികൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. മൃഗങ്ങളോട് കളിക്കുമ്പോഴും അവരെ ഓമനിക്കുമ്പോഴും ശ്രദ്ധ പുലർത്താൻ അവരെ പരിശീലിപ്പിക്കുക. മൃഗങ്ങളിൽ നിന്ന് കടിയോ മാന്തലോ കിട്ടിയാൽ മാതാപിതാക്കളെ അറിയിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് നിർബന്ധമായും പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരിക്കണം. മൃഗങ്ങളുടെ കടിയേറ്റാൽ പരമ്പരാഗത ഒറ്റമൂലി ചികിത്സകൾ തേടരുത്. ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ സ്ഥാപനത്തിൽ എത്തി വൈദ്യസഹായം തേടുക, കുത്തിവയ്പ് എടുക്കുക. 2019-20 വർഷങ്ങളിൽ 3 ലക്ഷത്തോളം പേരാണ് പേ വിഷബാധ ചികിത്സയ്ക്കായി എത്തിയിട്ടുള്ളത്. ഇതിൽ 50%-ലേറെ പേരും നായ കടിയേറ്റവരാണ്. പേ വിഷബാധയെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനും ലോകമെമ്പാടുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും 2030 മനുഷ്യരിൽ പേ വിഷബാധ മൂലമുള്ള മരണം ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ പുരോഗതി പങ്കിടുന്നതിനും എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക പേ വിഷബാധ ദിനമായി ആചരിക്കുന്നു. അതിനാൽ ഭയപ്പെടുകയല്ല വേണ്ടത്. നമ്മൾ പ്രതിരോധ മാർഗമായ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. കടിയേറ്റ ഭാഗം 10 മുതൽ 15 മിനിറ്റ് വരെ ടാപ്പ് വാട്ടറിൽ കാണിച്ച് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകിയതിന് ശേഷം അടുത്തുള്ള ആശുപത്രിയിൽ ഉടനെ പോയി പ്രതിരോധ കുത്തിവയ്പായ IDRV എടുക്കുക. 4 ഡോസാണ് IDRV എടുക്കേണ്ടത്. അതായത് കടിയേറ്റ ദിവസം, 3-ാം നാൾ, 7-ാം നാൾ, പിന്നെ 28-ാമത്തെ ദിവസം. ഇങ്ങനെ 4 ഡോസായി IDRV 2 കൈകളിലായി തൊലിപ്പുറത്തെടുക്കുന്ന ഇഞ്ചക്ഷനാണ്. അതിനോടൊപ്പം കാറ്റഗറി 3 ആണെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ അലർജി ടെസ്റ്റിനോട് ചെയ്തതിന് ശേഷം ഫുൾ ഡോസ് എടുക്കുക. രോഗാവസ്ഥയിൽ എത്തുന്നതിന് മുന്നേ പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഈ വീഡിയോ നിങ്ങൾക്കേവർക്കും പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് പലർക്കും ഈ ഒരു അവസ്ഥയിൽ, അതായത് പട്ടിയോ പൂച്ചയോ കടിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, പ്രതിരോധ കുത്തിവയ്പ് എന്താണ്, എവിടെയാണത് ലഭിക്കുന്നത്, എങ്ങനെയാണത് എടുക്കുന്നത്, എത്ര ഡോസാണ് എന്നൊന്നും പലർക്കും അറിയില്ല. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ അറിവുകൾ എനിക്ക് നൽകാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അറിവിലേക്കായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായവും താഴെ കമൻറ്റായി രേഖപ്പെടുത്താം.